അപ്പോൾ സാർ പറഞ്ഞത് നമ്മൾ പാരൻസും ടീച്ചേഴ്സും നമ്മൾ ഒരു കൊഹീസീവായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ഇത് ഒരു ചേഞ്ച് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരത്തില്ല എന്നാണ് സാർ പറഞ്ഞത്. ഇപ്പോൾ കൃഷ്ണകുമാർ സാർ ടെക്സസിൽ നിന്ന് ചേരുകയാണ്. സാർ, ഡോക്ടർ ശശി തരൂർ സാർ പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. 10 വർഷത്തിന് ശേഷം ലോകത്തുള്ള ജോലി സാധ്യതകൾ എന്തെല്ലാമായിരിക്കും സാറിൻ്റെ അഭിപ്രായത്തിൽ? ബഹുമാനപ്പെട്ട ശശി തരൂർ MP പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പടർന്ന് പന്തലിക്കുന്ന ഒരു ലോകമായിരിക്കും അടുത്ത 10 വർഷം. അതിൻ്റെ എല്ലാവിധ മേഖലകളിലും നമുക്ക് ജോലി സാധ്യത ഉണ്ടാകും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു സൂപ്പർ ഇൻ്റലിജൻസായി മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് 10 മേഖലകൾ കൂടി ഞാൻ പറയാം. നാനോ ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ, റോബോട്ടിക്സ് പ്രോസസ് ഓട്ടോമേഷൻ, ഡേറ്റ സയൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ടെലികോം, നമ്മൾ ടെലികോം മേഖലയും നെറ്റ്വർക്ക് ഉൾപ്പെട്ട മേഖല. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ച് കോഡ് ചെയ്യുമ്പോൾ ആ നോ കോഡ് ഒരു പ്രോഗ്രാമിംഗ് ഒരു പുതിയ തലത്തിൽ നമുക്ക് സംസാരിച്ചു കൊണ്ട് കോഡ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം തന്നെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു മേഖല, സ്പീച്ച് റെക്കഗ്നിഷൻ, ബയോ ഇൻഫോർമാറ്റിക്ക, ഹെൽത്ത് കെയർ, ഫാർമസ്യൂട്ടിക്കൽ, ഈ മേഖലകളായിരിക്കും അടുത്ത 10 വർഷം വളരെ ജോലി സാധ്യതകൾ ഉണ്ടാക്കുന്നത്. സാർ പറഞ്ഞല്ലോ, അപ്പോൾ ഇത്തരം മേഖലകളിൽ വൈദഗ്ധ്യം നേടാൻ സ്കൂൾ തലം മുതൽ പഠനം ആവശ്യമുള്ളതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? നമ്മളെല്ലാം കേട്ട് വളർന്നതാണല്ലോ ക്യാച്ച് ദം യങ് എന്നുള്ളത്. വളരെ ചെറുപ്പകാലത്തിലെ നമ്മൾ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് സ്കൂൾ തലത്തിൽ തന്നെ മേൽപ്പറഞ്ഞ അടുത്ത 10 വർഷം ജോലി സാധ്യതകൾ ഉണ്ടാക്കുന്ന ആ മേഖലകളിലെ പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് ആ മേഖലകൾ ചെറുപ്പകാലം തൊട്ട് തന്നെ പഠിക്കാൻ പാഠ്യ പദ്ധതികൾ ഉണ്ടാക്കുകയും വളരെ അത്യാവശ്യമാണ്. ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇതൊന്നും പഠിക്കേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ ഓരോ കുട്ടികൾക്കും അവരുടേതായ അഭിരുചി ഉണ്ടാകും. അത് പഠിക്കാനുള്ള സന്ദർഭം നമുക്ക് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പുറത്ത് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു മാസ് മൂവ്മെൻറ്റ് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അമേരിക്കയിലെല്ലാം കോഡ്, ഇപ്പോൾ സോഫ്റ്റ്വെയർ ആണെങ്കിൽ കോഡ് പ്രൊമോട്ട് ചെയ്യുന്ന സ്കൂൾ തലത്തിലുള്ള ക്ലബ്ബുകളുണ്ട്, റോബോട്ടിക്സ് ക്ലബ്ബുകളുണ്ട്. അതുപോലെ തന്നെ മാത്സിനും സയൻസിനും വളരെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസം തുടരുക തന്നെ വേണം. അതിനൊപ്പമാണ് ഈ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. നമുക്ക് പലർക്കും പറ്റുന്നത് അവർക്ക് ടെക്നോളജി അവരുടെ മനസ്സിലും അവർക്കത് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെയ്ത് പഠിക്കുക, അതിനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കിക്കൊടുത്താൽ നമുക്ക് വളരെ നല്ല പ്രതിഭകളെ വളർത്തി എടുക്കാൻ സാധിക്കും. സർ, കേരളത്തിലെ പഠന സംവിധാനങ്ങളെക്കുറിച്ച് സാറിന് അറിയുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും സ്കൂൾ കോളേജ് തലങ്ങളിൽ ഇനിയുള്ള കാലം ഈ മേഖലകൾ ഏതൊക്കെ മേഖലകൾക്ക് ഊന്നൽ കൊടുക്കണമെന്നാണ് സാറിൻ്റെ അഭിപ്രായം? കേരളത്തിലെ വിദ്യാഭ്യാസ മാറ്റത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ദൂരെയാണെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്. ശശി തരൂർ MP പറഞ്ഞതുപോലെ നമ്മൾ ബൈഹാർട്ട് പഠിക്കാതെ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്ത് വന്നു കഴിഞ്ഞാലും ഒരു കമ്പൽസറി ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. അതുപോലെ ഒരു പ്രത്യേക സബ്ജക്റ്റ് എടുത്തു പറയുന്നില്ല, പക്ഷേ ടെക്സസിൽ നമ്മളിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ക്രെഡൻഷ്യൽസ് ഓഫ് വാല്യൂ. അതായത് ഈ കാലഘട്ടത്തിൽ തൊഴിൽ മേഖല ഏതിനാണോ കൂടുതൽ ജോലി സാധ്യത ആ കോഴ്സുകൾ പെട്ടെന്ന് നമ്മൾ പാക്കേജ് ചെയ്ത് അത് കോളേജുകളിൽ എത്തിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതാണ് ഇപ്പോൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അതിന് നമ്മൾ ആ ജോലി ഉണ്ടാക്കാനുള്ള ഒരു ഫ്ലെക്സിബിൾ പദ്ധതി നമ്മുടെ കോളേജുകളിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് അതിന് പേര് കൊടുക്കാറുള്ളത്. ഇപ്പം അടുത്ത വർഷം ആ ക്രെഡൻഷ്യൽസ് ഓഫ് വാല്യൂ ഈ വർഷത്തെ ക്രെഡൻഷ്യൽസ് ഓഫ് വാല്യൂ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ആ വർഷം ഏത് മേഖലക്കാണോ ഊന്നൽ നൽകുന്നത് അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ കൂടുതൽ ജോലി ഉള്ളത് ആ മേഖലയ്ക്കുള്ള കോഴ്സ് നമ്മൾ പെട്ടെന്ന് പ്രാവർത്തികമാക്കുകയും അത് കൂടുതൽ പേരെ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ 10 വർഷം കഴിയുമ്പോൾ, അതായത് 2033
നമ്മൾ 10 വർഷം പിന്നിൽ ആയിരിക്കില്ല, നമ്മൾ വളരെ കറണ്ട് ആയിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ ഇൻ്റലിജൻസ് ആണ് ആ സമയമെങ്കിൽ നമ്മൾ ക്രെഡൻഷ്യൽസ് ഓഫ് വാല്യൂ പദ്ധതി പോലുള്ള പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ കാലത്തിലെ മാറ്റം, ടെക്നോളജിയിലെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് ജോലി സാധ്യതയുള്ള കോഴ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ടാലൻറ്റ് സ്ട്രോങ് ടെക്സസ്, അതായത് അത്തരമൊരു പരിപാടി നമുക്കുണ്ട്. അതും ഈ ടാലൻറ്റ് ഫോക്കസ്ഡ് ആയിരിക്കണം. നമുക്ക് എന്താണോ മാർക്കറ്റ് ആവശ്യപ്പെടുന്നത്, എന്ത് ജോലിയാണോ ഉള്ളത്, ആ ജോലി പെട്ടെന്ന് എടുക്കാനുള്ള അവസരം നമ്മുടെ കോളേജുകൾ ഉണ്ടായിരിക്കണം. കേരളത്തിലെ കോളേജുകളിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വലിയ കാര്യമാണ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ്. അത് വളരെ ഫസ്റ്റ് ഇയർ തൊട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് റിമോട്ട് വർക്ക് എല്ലാം സാധ്യമായ അവസരത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉറപ്പിക്കുന്നു. താങ്ക് യു സർ, സാറിൻ്റെ നിലപാടുകൾ പങ്കുവച്ചതിന്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നതിന്.